അങ്ങനെ നമ്മളെ ഡേ 2 സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഒരു വലിയൊരു സംഭവത്തിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ റൈഡ് മൊത്തം ആകാംക്ഷയും അടിപൊളിയും ദ്വീപിന്റെ സൗന്ദര്യം മൊത്തം ഒപ്പിയെടുക്കുന്നതായിരിക്കും. കാത്തിരുന്നു. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് കടലിലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം മൊത്തം നമ്മൾ കടലിൽ സ്പെൻഡ് ചെയ്യാൻ പോകും. ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കുടിവെള്ളമൊക്കെ ക്യാനിലെടുത്ത് അങ്ങനെ ഓരോരുത്തരായിട്ട് ബോട്ടിൽ കയറിട്ടോ. ആള് ഇവിടത്തുകാരനാണെങ്കിലും ഈ വഴിക്ക് ആദ്യം ദ്വീപുകാരൻ ഇവിടം വരെ വരാൻ വേണ്ടിട്ട് ഞാൻ അങ്ങ് കേരളത്തിൽ നിന്ന് വരേണ്ടി വന്നു. ഇത് നിയാസ് ബ്രോ, ചില്ലറക്കാരനല്ലാട്ടാ, വഴിയെ പരിചയപ്പെടാം. റൈസ് ആണ്, ഒരു എലമെന്റ് പോലും മിസ്സാവാതെ ലക്ഷദ്വീപിന്റെ സൗന്ദര്യം ഇങ്ങനെ നമുക്ക് വർണ്ണിച്ചിരുന്ന. ഏതാണ്ട് 3/4 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് ഒരു ലഗൂൺ ഏരിയയില് ബോട്ട് നങ്കൂരിട്ടു. സ്നോർക്കലിംഗ് ആണ് ലക്ഷ്യം. അതെ, നമ്മൾ ഇന്ന് മാസ്ക് ഒക്കെ വെച്ച് കടലിന്റെ അടിയിലെ വിഷ്വൽസ് മുഴുവൻ വിറ്റ്നസ് ചെയ്യാൻ പോവാണ്. കുറച്ചു നേരം ഈ തെളിഞ്ഞ വെള്ളത്തില് ചാടി തിമിർത്ത് ആ കടലിന്റെ ഭംഗി മുഴുവൻ ഞങ്ങൾ അങ്ങനെ എൻജോയ്. ഈ ലൊക്കേഷന് ഒരു പ്രത്യേകത ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കപ്പൽ ഓരോ കാരണങ്ങളെ കൊണ്ട് ഡാമേജ് ആയി അതിന്റെ അവശിഷ്ടം ഈ കടലിനടിയിലുണ്ട് കേട്ടോ. അതും കൂടെ കാണാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അണ്ടർ വാട്ടർ വിഷ്വൽസ് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ നേരിട്ടൊന്ന് തന്നെ വിറ്റ്നസ് ചെയ്യണം.